ഹലോ ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ നമ്മൾ സഹിക്കാത്ത ഒരു ചൂടാണ് ഈ വർഷം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കേട്ടുവരുന്നൊരു സംഭവമാണ് ഈ ഇഴജന്തുക്കൾ, അതുപോലെ നമ്മളെ കാട്ടിലെ മൃഗങ്ങൾ ഒക്കെ അവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ടും ചൂടുകൊണ്ടും അവർക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി നമ്മളെ വീട്ടുകളിലും നമ്മളെ തലകാണിൻ്റെ അടിയിലൊക്കെ വന്ന് പതിയിരുന്ന് അവരുടെ ഭക്ഷണമാണെന്ന് കരുതി നമ്മൾ ആക്രമിക്കുകയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ അച്ഛന്മാരായാലും ഉപ്പമാരായാലും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് വല്ല മൃഗങ്ങൾ അവരവിടെ വെള്ളം കിട്ടാത്തൊരു ചൂടുകൊണ്ട് അവർ എവിടെയെങ്കിലും വന്നിട്ട് നമ്മളെ വീട്ടിൻ്റെ അടിയിലും തലയണേൻ്റെ അടിയിലും വന്ന് പതുങ്ങിയിരിക്കും. എല്ലാ ബാത്റൂമിലൊക്കെ പോയി പതുങ്ങിയിരിക്കും. എന്താണെന്ന് വെച്ചാൽ തണുപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ഉപ്പമാർ അച്ഛന്മാർ അവർ സഹിക്കുന്ന ചൂടുണ്ടല്ലോ, ഈ സമയത്ത് പോയിട്ട് പണിയെടുക്കുന്ന, രാവും പകലും ഇന്നില്ലാതെ അവർ ഈ ചൂടത്ത് നിന്ന് മര്യാദക്കൊരു ഭക്ഷണമില്ലാതെ, മര്യാദക്കൊരു വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർ ഓരോരുത്തരും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവർ രാവിലെ പോകുമ്പോൾ അവരെ ഗോൾ ഒന്ന് മാത്രമേ ഉള്ളൂ: എനിക്കിന്ന് എന്തെങ്കിലും നെയ്ച്ചിട്ട് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കണം, അവർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള കൊണ്ടു കൊടുക്കണം. നമ്മളിവിടെ സഹിക്കുന്ന ചൂടും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടും അതൊന്നും നിങ്ങളോട് പറയില്ല. രാത്രി വന്നു കഴിഞ്ഞാൽ അവർ വന്ന് നിങ്ങൾ കൊടുത്തില്ലെങ്കിലില്ല, അവർ കുടിച്ച് അവർ കടന്നുറങ്ങുകയാണ്. രാവിലെ പിന്നെയും അതേ ഡ്യൂട്ടിയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട അച്ഛന്മാരോടും ഉപ്പന്മാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ ഉച്ച സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ട് നിൽക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും പറയില്ല. എല്ലാവർക്കും ഇപ്പോൾ പൈസ മാത്രമേ വേണ്ടുള്ളൂ. അപ്പം നിങ്ങളുടെ തടി നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളെ ഈ മനസ്സിൽ വെച്ചിരിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ആരോട് പറയുന്നില്ലല്ലോ, നിങ്ങളെ തടി സ്വന്തമായിട്ട് സൂക്ഷിക്കുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ.